നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മഹത്വമുള്ള രക്ഷിതാവായ കർത്താവേ, വെട്ടുവാൻ ആട്ടിൻകുട്ടി എന്ന പോലെ കാരാഗ്രഹത്തിൽ നിന്ന് നിന്നെ ശിക്ഷാവിധിക്ക് കൂട്ടിക്കൊണ്ടുപോയി ന്യായാധിപനായ പീലാത്തോസിന്റെ സന്നിധിയിൽ രോമം വെട്ടുന്നവന്റെ മുൻപിൽ ചെമ്മരിയാടുപോലെ നിലകൊള്ളുകയും താഴ്മ മൂലം മൗനിയായി നിൽക്കുകയും ചെയ്തു. ദുഷ്ടന്മാരാൽ അന്യായമായ മരണശിക്ഷയ്ക്ക് നീ വിധിക്കപ്പെട്ടു. അതിനാൽ പാപശിക്ഷയിൽ നിന്ന് കൃപ മൂലം ഞങ്ങളെ കുറ്റമില്ലാത്തവരാക്കി തീർത്തു. ന്യായാധിപതിയുടെ ന്യായാധിപതിയായ നീ പരിഹാസവും നിന്നയും ഏറ്റു. ലജ്ജയിൽ നിന്ന് നിന്റെ തിരുമുഖം പിന്തിരിക്കാതെ കരുണയാൽ ഞങ്ങളെ പാപത്തിന്റെ ലജ്ജയിൽ നിന്ന് സ്വതന്ത്രരാക്കി. മഹോന്നതനായ നീ അഹങ്കാരികളിൽ നിന്ന് അശുദ്ധമായ തുപ്പൽ തിരുമുഖത്തേറ്റു. ആജ്ഞാലംഘനക്കാരനായ യാദാവിനെയും അവന്റെ വർഗത്തെയും സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ധൈര്യവും മുഖപ്രസന്നതയും കാണിച്ചു. പ്രഭാത പ്രാർത്ഥനയുടെ ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലഹുൻ യൗമോ സോദ്ഹായായ് ലവൽ മീൻ. സദറ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകുത്തി കുമ്പിട്ട് ധ്യാനപൂർവം പ്രാർത്ഥിക്കാവുന്നതാണ്. ബാറക്കമോർ വചനമായ ദൈവമേ, കാലത്തിനുമപ്പുറം പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവിക പ്രകാരം ജനിച്ച നീ കാലാവസാനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഉദിച്ചു. അങ്ങനെ ദീർഘദർശിമാരുടെ ദർശനങ്ങളും ദർശനക്കാരുടെ ഉപമകളും നീ നിറവേറ്റി. തലമുറകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും മറഞ്ഞിരുന്ന രഹസ്യമെന്ന് ലോകമധ്യത്തിൽ പ്രത്യക്ഷമായി. അഗ്നിമയന്മാരായ സ്വർഗീയ സൈന്യങ്ങൾ നിന്റെ തേജസ്സിൽ ചുളുങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ളവനായ നീ ഭൂമിയിൽ താഴ്മയോടെ കാണപ്പെട്ടു. മാലാഖമാർ നിന്റെ തേജസ്സിൽ വിറയ്ക്കുന്നുവെങ്കിലും നീ ഇന്ന് മൺമേരാൽ പിടിക്കപ്പെട്ടു. ക്രൂബന്മാരുടെ മേൽ വഹിക്കപ്പെടുന്നവനും ശ്രോപ്പന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനുമായ നീ ഇന്ന് കളിമണ്ണിനാൽ പരിഹസിക്കപ്പെട്ടു. സ്വർഗീയ സേനകൾക്ക് നിന്റെ മഹത്വത്തോട് സമീപിക്കാൻ ത്രാണിയില്ലാതിരിക്കെ ഇന്ന് നീ ദാസന്മാരാൽ അപമാനിക്കപ്പെട്ടു. ഈ വെള്ളിയാഴ്ച രാവിലെ പീലാത്തോസ് ആസ്ഥാന മണ്ഡപത്തിലിരുന്നു. യേശുതമ്പുരാനെ, നീ അവന്റെ മുമ്പിൽ കുറ്റക്കാരനെ പോലെ ബന്ധിക്കപ്പെട്ടവനായി നിന്നു. സ്വർഗീയ സ്തുതിക്കുന്നത് പോലും നിന്റെ മഹത്വത്തിന് പോരാതിരിക്കെ ശത്രുക്കളായ ദുഷ്ടന്മാർ ഇന്ന് തിരുമുഖത്ത് അപമാനത്തിന്റെ അശുദ്ധമായ തുപ്പൽ വീഴ്ത്തി. ആകാശവും ആകാശങ്ങളുടെ ആകാശവും നിന്റെ സ്തുതി മുഴക്കുന്നെങ്കിലും ഇന്ന് നീ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു. എല്ലാ ജനങ്ങളും ആരുടെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുന്നുവോ ആ നീ ഇന്ന് രാവിലെ വിചാരണ ചെയ്യപ്പെട്ടു. ആകാശത്തെ മേൽക്കെട്ടി പോലെ വിരിക്കുകയും ഭൂമിയെ വെള്ളത്തിന്മീതെ ഉയർത്തുകയും ചെയ്തവനായ നീ ഇന്ന് പീലാത്തോസിന്റെ മുമ്പാകെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ ദൈവമാതാവിനെ പറുദീസായിൽ രാജാവാക്കി. വെള്ളിയാഴ്ച യേശുവിനെ കൊല്ലണമെന്നുള്ള ഉത്തരവ് പുറപ്പെട്ടു.
വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആദാം സൃഷ്ടിക്കപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ അവനെ സൃഷ്ടിച്ചവൻ അവന്റെ മക്കളിൽ നിന്ന് ശിക്ഷയേറ്റു. വെള്ളിയാഴ്ച രാവിലെ ആദം തന്റെ സൃഷ്ടാവിൽ നിന്നകന്നു. വെള്ളിയാഴ്ച രാവിലെ കർത്താവായ നീ അവന് വേണ്ടി അടികൊണ്ടു. തന്റെ വചനത്താൽ പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും സമുദ്രങ്ങളെ മണൽത്തിട്ടുകൊണ്ട് വേർതിരിക്കുകയും ചെയ്തവനെന്ന് ന്യായസ്ഥാനത്ത് ബന്ധനത്തിലാക്കപ്പെട്ടു. വിശേഷ ബുദ്ധിയുള്ള എല്ലാവർക്കും വചനം നൽകിയവനെ ഇന്നേ ദിവസം ഹന്നാസിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു. ഇന്നു നീ ന്യായാധിപന്റെ മുമ്പിൽ മൗനമായി നിന്നു. മുകളിലേറന്മാർ നിന്നെ കണ്ടുപിറക്കുന്നു, താഴെ അഗാധത്തിലുള്ളവർ നിന്നെ അപഹസിക്കുന്നു. അത്യുന്നതങ്ങളിൽ ശ്രോപ്പന്മാർ നിനക്ക് കാദേശ് പാടുന്നു, താഴെ അഗാധങ്ങളിൽ അഹങ്കാരികൾ നിന്നെ ദുഷിക്കുന്നു. അത്യുന്നതങ്ങളിൽ പ്രകാശം പുറങ്കും പായം പോലെ ധരിച്ചിരിക്കുന്നവൻ താഴെ അഗാധങ്ങളിൽ നിന്ദനീയമായ പരിഹാസക്കുപ്പായം ധരിക്കുന്നു. അത്യുന്നതങ്ങളിൽ അഗ്നിരഥം നിന്നെ ആഘോഷിക്കുമ്പോൾ താഴെ അഗാധങ്ങളിൽ കുരിശുമരത്തിന്മേൽ നീ തറയ്ക്കപ്പെടുന്നു. അത്യുന്നതങ്ങളിൽ പിതാവിനോടുകൂടെ പുകഴ്ത്തപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ അഗാധങ്ങളിൽ അധർമ്മികളോടുകൂടെ ഗണിക്കപ്പെടുന്നു. ആംഗ്യം കൊണ്ട് മാറായിലെ കയ്പ് വെള്ളം മധുരമാക്കി തീർത്ത് നിനക്ക് താഴെ അഗാധങ്ങളിൽ കയ്പും കാടിയും നൽകുന്നു. ആദാമിൽ ജീവാത്മാവിനെ ഊതി നൽകിയ നീ പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരോടുകൂടെ പരിഗണിക്കപ്പെടുന്നു. ഇതിനാൽ ഈ ധൂപം വഴി കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്രകാരം പറയുന്നു: നിന്റെ ന്യായവിധികൾ നിർണയിക്കപ്പെടാൻ പറ്റാത്ത കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ താഴ്മ നിമിത്തം നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ പീഡ അനുഭവിച്ച നിനക്ക് സ്തുതി. കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട നിനക്ക് സ്തുതി. മരണമടഞ്ഞ് ഞങ്ങളെ ജീവിപ്പിച്ച നിനക്ക് സ്തുതി. സംസ്കാരം ചെയ്യപ്പെട്ട നിനക്ക് സ്തുതി. മഹിമയോടെ ജീവിച്ചെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് കരയേറിയെങ്കിലും ഇനി വന്ന് നിന്നോടുകൂടെ ഞങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനിരിക്കുന്ന നിനക്ക് സ്തുതി. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ കഴിക്കുന്ന ഈ നാളിൽ ബലഹീനരായ ഞങ്ങൾ തിരുമുമ്പാകെ ധൂപം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ പീഡാനുഭവത്തിൽ പീഡ സഹിക്കാനും താഴ്മയിൽ സാമ്യപ്പെടാനും നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കാനും നിന്റെ ഇഷ്ടം ചെയ്ത് എല്ലാവരോടും ഉല്ലസിക്കാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാറക്കുമോ ഓസോവം കുൽസ്ബാൻ ലെവൽ മീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിൽ വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ.